ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ക്വിസിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലെ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളായിരിക്കും. എന്നാലും നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വക ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും അറിയിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2-ാം തീയതി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം 1869 ഒക്ടോബർ 2-ാം തീയതിയാണ്. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. അതായത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി. അതായത് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര്. അദ്ദേഹം കാബ ഗാന്ധി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരാണ് കരംചന്ദ് ഗാന്ധി. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ മാതാവിൻ്റെ പേരെന്താണ്? അതാണ് നാലാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരാണ് പുത്ലിബായ്. അതായത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പുത്ലിബായ്. ഓർത്തു വയ്ക്കുക, ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, മാതാവിൻ്റെ പേര് പുത്ലിബായ്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ മാതാവായ പുത്ലിബായ് കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. ഗാന്ധിജിയുടെ മാതാവായ പുത്ലിബായ് കരംചന്ദ് ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യയായിരുന്നു. അതായത് കരംചന്ദ് ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യയാണ് പുത്ലിബായ്. പുത്ലിബായ് ആരാണ്? ഗാന്ധിജിയുടെ മാതാവ്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ്? ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത്? ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ LP ലെവൽ തൊട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഏറ്റവും എളുപ്പമുള്ള ഇതുപോലെയുള്ള സിമ്പിളായ ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറയുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേരെന്താണ്? മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത്? ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി അഥവാ ഓത്ത ഗാന്ധി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അതായത് മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരാണ് ഉത്തംചന്ദ് ഗാന്ധി അഥവാ ഓത്ത ഗാന്ധി. ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്താണ്? അതായത് ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി ഏത്?
നമ്മൾ നേരത്തെ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിനെ പറ്റി പറഞ്ഞു. ആ പോർബന്തറിലെ ദിവാനായിരുന്നു ഉത്തംചന്ദ് ഗാന്ധി. അതായത് 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പോർബന്തറിലെ ദിവാനായിരുന്നു ഉത്തംചന്ദ് ഗാന്ധി എന്നാണ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. അതായത് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേരാണ് മോനിയ. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മോനിയ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ എന്നാണ്. അതായത് 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കീർത്തി മന്ദിർ. ഉത്തരം കീർത്തി മന്ദിർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏതാണ്? അതായത് ഗാന്ധിജിക്ക് ഏറ്റവും കഠിനമായതും അതുപോലെ തന്നെ ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത്? ഉത്തരം മാത്തമാറ്റിക്സ് അഥവാ ഗണിതമാണ്. അതായത് ഗാന്ധിജിക്ക് ഇഷ്ടമല്ലായിരുന്ന പഠന വിഷയം എന്നറിയപ്പെടുന്നത് കണക്കാണ്. ഉത്തരം ഗണിതം. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗൈൽസ് എഴുതാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചെഴുതിയ പദം ഏതാണ്? അപ്പോൾ നമുക്ക് ആരാണ് ഗൈൽസ് എന്ന് നോക്കാം. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടറാണ് മീ ഗൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചെഴുതിയ പദം ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കെറ്റിൽ എന്ന വാക്കാണ്. അതായത് കെറ്റിൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ഗാന്ധിജി തെറ്റിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കെറ്റിൽ ആണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു. ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇംഗ്ലീഷിൽ ഡു ഓർ ഡൈ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഈ വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷമേത്? ഉത്തരം 1925 ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം 1925. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1925. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വിസ് മത്സരം നടത്താൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഈ ഒരു വാട്സപ്പ് ചാനലിൽ അഥവാ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ ഏതാണ്? 2 നാടകങ്ങളുണ്ട്. ഈ 2 നാടകങ്ങളുടെ പേരെന്താണ്? ഉത്തരം ശ്രാവണ പിതൃഭക്തി അതുപോലെ തന്നെ ഹരിശ്ചന്ദ്ര. ഈ 2 നാടകങ്ങളാണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം.
ബോണസ് ചോദ്യം ഇതാണ്. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരാണ്? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഒരു എക്സാമ്പിൾ അഥവാ ഒരു എക്സ്ട്രാ ഇൻഫർമേഷനായി പറഞ്ഞ ചോദ്യമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയുള്ള എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത ഗാന്ധി ക്വിസിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അടുത്ത ഗാന്ധി ക്വിസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതിൽ നമ്മൾ കൂടുതൽ ടഫായ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ PDF ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്വിസ് മത്സരം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഫർമേഷനും നമ്മൾ ആ ഒരു ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.